This is final look of my Turkish egg. How is it? ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ടർക്കിഷ് എഗ്. അതിനുവേണ്ടി ഞാൻ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പോച്ച്ഡ് എഗ് ആക്കാൻ പോവാ. ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഞാൻ ഉണ്ടാക്കാൻ പോവാ. ഫ്ലോപ്പ് ആകുമോ സക്സസ് ആകുമോ? വി വിൽ വെയിറ്റ് ആൻഡ് സീ. സക്സസ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളെ ഞാൻ കാണിക്കത്തുള്ളൂ. ഇല്ല, സക്സസ് ആകും ഉറപ്പായിട്ടും. പ്രത്യാശ. കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വിനാഗിരി ഒഴിക്കണം ഇതിനകത്ത് വിനാഗിരി ഒഴിച്ചിട്ട് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ക്രൂൾ ചെയ്യുക. ഇങ്ങനെ സ്ക്രൂൾ ചെയ്യുക, നന്നായിട്ട് സ്ക്രൂൾ ചെയ്യുക. ശരി, ഇങ്ങനെ വട്ടം ചുഴി വരത്തില്ലേ, ആ ചുഴിക്കകത്തോട്ട് നമ്മൾ മുട്ട പയ്യെ ഒഴിക്കണം. Come on. Hopefully this will be a poached egg. We'll see now. ഇതാണ് എൻ്റെ പോച്ച്ഡ് എഗ്ഗിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. ഇതുണ്ടോ, കുഴപ്പമില്ല കേട്ടോ. കൺസിഡറിങ് ഐ എം മേക്കിംഗ് ഫസ്റ്റ് ടൈം ഇറ്റ്സ് പ്രിറ്റി ഇംപ്രസീവ്. വച്ചടാ പാവം മുട്ട. പാടാ മോനെ. Come on baby, come on. You can do it. You can do it. Come on. It's meant to be. കണ്ടോ, this is poached egg. Cool. യോഗട്ടിനകത്ത് ഇച്ചിരി ചോപ്ഡ് ഗാർലിക്ക്, ഓക്കെ, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്ലേറ്റിനകത്തോട്ട് ഇങ്ങനെ യോഗട്ടിനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. വെക്കുക. എന്നിട്ട് നമ്മുടെ പോച്ച്ഡ് എഗ്ഗിനെ, അയ്യോ വട്ടല്ലേ, എടുത്തിങ്ങോട്ട് വയ്ക്കുക. ഡിൻ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗ്രേവി ഉണ്ടാക്കിയെന്ന് കാണിച്ചില്ല കേട്ടോ റെസിപ്പി. ഇതിനകത്ത് ബട്ടർ, ചോപ്ഡ് ക്രഷ്ഡ് ചില്ലി, മറ്റേ അല്ലാത്ത കാശ്മീരി ചില്ലി, ഇച്ചിരി ഉപ്പ്, കസ്തൂരി മെന്തി, ഇത്ര ഇട്ടത്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. വേണമെങ്കിൽ നമുക്കൊരു ലെയർ കൂടെ തന്നെ മണ്ടയാക്കാം. ഇതാണ് നമ്മുടെ പോച്ച്ഡ് എഗ്ഗ്. ഇപ്പം ഇതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ബ്രെഡ്. ഇതിൻ്റെ വേണേൽ ബട്ടർ തേക്കാം. എങ്ങനെയുണ്ട്?